ഹലോ. അപ്പോൾ എല്ലാവർക്കും ദക്ഷ ആൻഡ് മീ എന്ന ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ട്രാവലിംഗ് വ്ളോഗാണേ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണേ. അപ്പോൾ അമ്മാവൻ്റെ മോക്ക് കുഞ്ഞുവാവയുണ്ടായി. അപ്പോൾ ആ കുഞ്ഞാവേനെ കാണാൻ പോകുക. ഒരു കുഞ്ഞു ചെക്കനാണേ. അപ്പോൾ ആ കുഞ്ഞു ചെക്കനെ കാണാൻ പോകുന്ന ഒരു വീഡിയോ. അപ്പം കൂടെ നമ്മുടെ അമ്മയും വന്നിട്ടുണ്ട് ഇന്ന്. അപ്പം കല്യാണിയും കുഞ്ഞായും എൻ്റെ അമ്മയും ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അമ്മ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം എല്ലാവരും ഹാപ്പിയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴി കൂരിമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ടാണ് നമ്മളിന്ന് അമ്മ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആദ്യം എവിടെ പോയാലും ഫസ്റ്റ് നമ്മുടെ എന്തെങ്കിലും ഫുഡ് അടിക്കും. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് എലഞ്ഞിയിലുള്ളൊരു കടയിലേക്ക് കയറുവാണ്. അപ്പോൾ അമ്മയ്ക്ക് നടക്കാനായിട്ട് ചെറിയൊരു പ്രയാസമുണ്ട്. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ നട്ടലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞങ്ങൾ AC റൂമിലാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് ആ റൂമിൽ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. കാരണം മറ്റാർക്കും ഡിസ്റ്റർബൻസ് ആവത്തില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വരുന്ന ആ ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. കുഞ്ഞാ കുഞ്ഞാ ചങ്കു കുഞ്ഞു ചങ്കു ചായ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തൊക്കെ വന്നു. അപ്പോൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം ഞാനും ഏട്ടനൊക്കെ കഴിച്ച്. അമ്മയ്ക്കൊന്നും വേണ്ട, അമ്മ ചോറ് കഴിച്ചിട്ടായിരുന്നു പോകുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ ഏട്ടൻ പതുക്കെ പിള്ളേർക്കൊക്കെ കുറച്ച് വാരിയും പിറക്കിയൊക്കെ കൊടുത്തു. പിന്നെ ഞാനൊരു ഫ്രഷ് ലൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കുടിച്ച് നേരെ ഞങ്ങൾ വണ്ടിയെടുത്ത് പോകുന്നു. അപ്പം ഞങ്ങൾ അമ്മ വീടിൻ്റെ അടുത്ത് തന്നെ കൂരിമല എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നേരെ അങ്ങോട്ട് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴി കുഞ്ഞിച്ചക്കൻ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് കുഞ്ഞിച്ചക്കന് 2 ഉടുപ്പൊക്കെ മേടിച്ച്, അതുപോലെ നമ്മുടെ കുഞ്ഞായിക്കും 2-3 ഉടുപ്പൊക്കെ മേടിച്ച്. അപ്പം നമ്മളങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അവിടുന്ന് പോന്നു. അപ്പോൾ കല്യാണി മോൾ അംഗനവാടി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കല്യാണിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുവേ. കുഞ്ഞൻ അങ്ങനെ ഡ്രസ്സ് എടുക്കാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് 2 ഡ്രസ്സ് എടുത്ത്. പിന്നെ നേരെ പോയതൊരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നേ. അപ്പോൾ നമ്മുടെ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ കൂരിമലയിലേക്ക് പോകുക. അപ്പോൾ പോകുന്ന വഴിയാണ് ഇതേ. അപ്പം ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ വിവാഹത്തിന് മുന്നേയൊക്കെ എൻ്റെ അമ്മയുടെ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ നേരെ കൂരിമലയിലെത്തി. അപ്പോൾ ഇവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഭയങ്കര പാറയാണേ, പാറയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുഞ്ഞനെയൊക്കെ എടുത്ത് കുഞ്ഞനെയൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി അവിടെ നിൽക്കുക. ഭയങ്കര രസമായിരുന്നു. നല്ല കാറ്റും നല്ലൊരു തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഒത്തിരി ഏട്ടനാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ട്. കല്യാണി മോൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിലെ കൂടെ ഓടി നടക്കാനായിട്ടൊക്കെ ഒത്തിരി പാറയുടെ മേളിൽ കൂടെ അവൾ കാണാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുഞ്ഞനാണേലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി കുഞ്ഞനെയും കല്യാണിനെയൊക്കെ എടുത്ത് ചെറിയ ചെറിയ ഫോട്ടോസും ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന്. അപ്പോൾ അമ്മ മേളിലേക്ക് കയറി വരുന്നില്ലെന്ന് പറഞ്ഞു. കാരണം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അമ്മ മുകളിലേക്ക് കയറി വന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമേ കയറിപ്പോയുള്ളൂ. അമ്മ വണ്ടിയുടെ അവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കയറി പോകുന്ന ഒരു വഴിയാട്ടോ. കയറി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകണ്ട. ഇപ്പോൾ ഈ ഒരു വഴി കൂടെ വേണം നമ്മളങ്ങ് മേള് വരെ കയറി പോകാൻ. താഴെ ഇതുപോലെ കൈവഴിയൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം താഴത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ട ഡേഞ്ചറാണ്. താഴത്തേക്ക് ഉരുണ്ടൊക്കെ പോകും. വന്യമൃഗങ്ങളുണ്ടോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഈ വഴി കൂടെ തന്നെ നേരെ അങ്ങ് നടന്ന് പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണിയൊക്കെ മടുത്ത് നടന്ന് എടുക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും പതുക്കെ ഇരുന്നിരുന്നൊക്കെ ആട്ടോ നടന്ന് പോയത്. അങ്ങനെ പതുക്കെ നടന്ന് പോയി. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവനിങ് സമയത്ത് അല്ലെങ്കിൽ മോർണിംഗ് അതിരാവിലെയൊക്കെ വരുവാണെങ്കിൽ അവിടുത്തെ ഒരു സൈറ്റ് കാണാനായിട്ട് വളരെ
അടിപൊളിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് മുകളിൽ, അത് വാച്ച് ടവറാണ്. അപ്പോൾ വാച്ച് ടവറിൻ്റെ മുകളിൽ ഇന്ന് കഴിഞ്ഞ് താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഭയങ്കര രസം. അതുപോലെ സൂര്യാസ്തമനമൊക്കെ കാണാം. അപ്പോൾ അതുപോലെ സൂര്യോദയമൊക്കെ കാണാമായിരിക്കും രാവിലെ വരുവാണെങ്കിൽ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം നടന്ന് ഞങ്ങൾ മേളിൽ ചെന്നപ്പോൾ അവിടെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞൊരു കട. അപ്പോൾ നമ്മൾ 2 ചുക്ക് കാപ്പി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ചുക്ക് കാപ്പിയും പറഞ്ഞു, ഒരു വെള്ളവും മേടിച്ച്. പിന്നെ അവിടെ പപ്പട വട ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഐറ്റംസ് ഒന്നും ഒത്തിരി ഒന്നുമില്ല, ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അത് രണ്ടും വാങ്ങിച്ചു. കാരണം ചുക്ക് കാപ്പി പിള്ളേർക്ക് വാങ്ങിച്ച എരിവുണ്ടായിരുന്നു, അപ്പോൾ പിള്ളേർക്കത് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു വെള്ളവും മേടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പപ്പട വടയൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ കല്യാണിയാണ് പപ്പട വട വാങ്ങി അവിടെ നിന്നൊരു പട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് കഴിഞ്ഞ് നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറുവാണ്. അപ്പോൾ കല്യാണി നടന്ന് തന്നെ, ഞാൻ കയറിക്കോളാമേ എന്ന് പറഞ്ഞ് തന്നെ നടന്ന് സ്പീഡിൽ കയറി മുകളിലേക്ക് പോവുക. അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ള ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും പോരാനേ തോന്നില്ല, കാരണം നല്ല കാറ്റായിരുന്നു, തണുത്തൊരു കാറ്റ്. എന്താ സിയിലിരുന്നാൽ പോലും കിട്ടാത്തത്ര ഒരു നല്ല അടിപൊളി ഒരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ മുകളിൽ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സൂര്യാസ്തമനമൊക്കെ കണ്ട് സന്ധ്യ സമയമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പം നല്ല കാറ്റായിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി ഞങ്ങൾക്ക് വരണം, അപ്പോൾ ഞങ്ങൾ ഇനി ചേച്ചിയുടെ പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞായിക്കാണെങ്കിലും ഒത്തിരി ഹാപ്പിയായിരുന്നു. കുഞ്ഞായും വേറെ കുഞ്ഞു പിള്ളേരെയും കൊണ്ടൊക്കെ അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സന്ധ്യ ആകുന്ന സമയത്ത്, കാരണം നമുക്ക് കുഞ്ഞാവേനെ കൂടെ കാണാൻ കയറണമല്ലോ, അപ്പോൾ അമ്മ വീട്ടിൽ പോകണമല്ലോ, അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്, കല്യാണിയായിട്ട് കുറച്ച് നേരം കല്യാണീനെയും കുഞ്ഞായിനെയും ഊഞ്ഞാലയിലിരുത്തി ഊഞ്ഞാലൊക്കെ ആട്ടി. അപ്പോൾ കുറച്ചങ്ങ് മാറിയപ്പോൾ വലിയവർക്കും കൂടി ഇരുന്ന് ആടാനുള്ള ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ കുറച്ച് നേരം ആടി. പിന്നെ അവർ സന്ധ്യ ആയപ്പോഴത്തേനും അതിനൊക്കെ ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം. അപ്പോൾ അവിടെ ചായയൊക്കെ വിൽക്കുന്ന ചേച്ചിയാണത്. അപ്പോൾ ആ ചേച്ചിയുടെ ഏട്ടനെ എന്തോ വർത്താനൊക്കെ പറയും. അപ്പോൾ അവർ, ആ ചേച്ചി അവിടുത്തെ മെമ്പറൊക്കെ ആയിരുന്നു 10 വർഷമൊക്കെ ആയിട്ട്. അപ്പോൾ ആ കഥകളൊക്കെ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ സന്ധ്യ സമയം ആകാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോരാനായിട്ടുള്ള ഇത്, കാരണം അമ്മ താഴെ നമ്മളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പതുക്കെ ഇറങ്ങി. ഇറങ്ങാനായിരുന്നു ഭയങ്കര റിസ്ക്, കാരണം ഇറക്കമായതുകൊണ്ട് കല്യാണിയൊക്കെ വിട്ടടിച്ച പോലെ ഓടിപ്പോകുമായിരുന്നു. പിന്നെ കയ്യെ പിടിച്ച് പതുക്കെ കയറുന്നതിനേക്കാൾ പാടായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങിപ്പോരാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ ഞങ്ങൾ അമ്മ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അമ്മ വീട്ടിൽ ചെന്ന് ഇറങ്ങി. അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ അമ്മ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു അമ്മാവൻ, അവിടുത്തെ അമ്മാവനാണ് കേട്ടോ, അമ്മാവൻ്റെ മോക്കാണ് കുഞ്ഞുവാവ ഉണ്ടായത്. അപ്പോൾ അതാണ് അമ്മയുടെ അമ്മ. അവിടെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, അമ്മയുടെ മോളും ഭയങ്കര വർത്താനമൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് പോയി കുഞ്ഞുവാവയുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ, അതൊന്നും ഞങ്ങൾ എടുത്തില്ല, കുഞ്ഞുവാവയല്ലേ. അപ്പോൾ ഈ ഒരു ഇത് മാത്രമേ എടുത്തുള്ളൂ, ബാക്കി ഞാൻ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ കണ്ട് കുഞ്ഞാവേനെയൊക്കെ കണ്ട് തിരിച്ച് പോരുന്ന വഴി ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറി. കല്യാണിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീമൊക്കെ മേടിച്ചു. അപ്പോൾ കുട്ടി എന്താ പറയണതെന്ന് ചോദിച്ചാൽ, അമ്മ എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അമ്മ വീഡിയോ എടുക്കണം കേട്ടോ, ഞാൻ ഐസ്ക്രീം വേണമെന്ന് പറയും എന്നൊക്കെയാണ് കുട്ടി പറയണത് എന്നോട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഐസ്ക്രീമും മേടിച്ച്, കല്യാണിക്ക് കോൺ ഐസ്ക്രീമും മേടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത് ഏട്ടൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ ഏട്ടനോട് എന്തോ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ.